ഹായ് എവരി വൺ, അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പൊ നമ്മൾ RRB NTPC ടയർ 2 മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വട്ടം 2017 അവസാനമായിട്ട് 3 ദിവസങ്ങളിൽ 3 ഷിഫ്റ്റുകളിലായിട്ട് മൊത്തം 9 ഷിഫ്റ്റുകളിലാണ് പരീക്ഷ നടന്നത്. അതിൽ ഓൾറെഡി 6 ഷിഫ്റ്റുകളിലെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാനുവരി 19, 2017 ഒന്നാമത്തെ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് മുമ്പുള്ള ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. എല്ലാം കൂടി ചേർത്തൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 ക്ലാസ്സുകൾ കൂടിയാണ് ഈ സീരീസിൽ ബാക്കിയുള്ളത്. അതും ആ പ്ലേലിസ്റ്റ് തന്നെ എന്ത് ചെയ്യുകയുണ്ടാവും, നിങ്ങൾക്ക് കിട്ടുകയുണ്ടാവും. അപ്പൊ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കറണ്ട് അഫയേഴ്സിലെ 2020 2021 എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും 2020 ജാനുവരി മുതൽ 2021 ഡിസംബർ വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഏകദേശം 1919 ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിനോടൊപ്പം തന്നെ 500ഓളം റിവിഷൻ പോയിന്റ്സ് ഉള്ള ഒരു PDF നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാ RRB പരീക്ഷകൾക്കും എല്ലാ SSC പരീക്ഷകൾക്കും അതുപോലെ തന്നെ ഒരു പരിധിവരെ കേരള PSC പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രൈസ് നമ്മൾ ഇട്ടിരിക്കുന്നത് 99 രൂപയാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചോദ്യങ്ങളിലേക്ക് പോകുന്ന ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ RRB NTPC ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. academisonline.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. ഇതിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിൽ വാട്സപ്പിലോ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ കോൺടാക്ട് ചെയ്യാം. മൊത്തമായിട്ട് പാക്കേജ് എടുക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് മാത്രമായിട്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ക്ലാസ്സിനെല്ലാം ഉള്ള വാലിഡിറ്റി ലൈഫ് ടൈം ആണ്. എല്ലാ RRB പരീക്ഷകൾക്കും എല്ലാ SSC പരീക്ഷകൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളെ കോഴ്സുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയും ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മുടെ ജാനുവരി 19, 2017 ഒന്നാമത്തെ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് കടന്നു ചെല്ലാം. അപ്പൊ 187 ചോദ്യങ്ങളും അവയോടനുബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് കഴിഞ്ഞ 6 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മുടെ 7ാമത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യം അഥവാ 188ാമത്തെ ചോദ്യം ഇതാ പിടിച്ചോ. ബേസ്ഡ് ഓൺ ദ 26th January 2002 legislation, what is not true with respect to the rules of flying the Indian tricolor flag? ഇന്ത്യൻ ത്രിവർണ്ണ പതാക ജാനുവരി 26, 2002 ലെജിസ്ലേഷനിൽ വന്ന നിയമപ്രകാരം എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് പ്രൈവറ്റ് സിറ്റിസൺ ഹാവ് നോ റൈറ്റ് ടു ഫ്ലൈ ദ ഫ്ലാഗ് ഓൺ ദെയർ പ്രമിസസ് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ചുമ്മാ നമ്മുടെ വീട്ടിലൊക്കെ എന്നാൽ പിന്നെ ഞാനൊരു ദേശീയ പതാക ഇവിടെ വെച്ച് കുറച്ച് പറപ്പിച്ചേക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിലോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നാഷണൽ ഫ്ലാഗിനെ നമുക്ക് എന്താ പറയുക ഹോയിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ എനിക്ക് എന്നാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഇന്ത്യക്കാരനാണ് എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഇന്ത്യൻ പതാക കുറച്ച് നേരം പാറിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാനുള്ള അധികാരം ആർക്കില്ല, ഒരു ഇന്ത്യക്കാരനും ഇല്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. പ്രൈവറ്റ് സിറ്റിസൺ ഹാവ് നോ റൈറ്റ് ടു ഫ്ലൈ ദ ഫ്ലാഗ് ഓൺ ദെയർ പ്രമിസസ്. സെറ്റല്ലേ. അടുത്തത് 188 എക്കണോമിക്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. കൊളാറ്ററൽ സെക്യൂരിറ്റി ഫോർ എ ലോൺ ഈസ്. എന്തിനാണ് നമ്മൾ ഈ കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറയുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ പെട്ടെന്ന് കാശിന് അത്യാവശ്യം വന്നു, നമ്മൾ മലയാളികളായതുകൊണ്ടും പൊതുവേ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം ചെയ്യുന്ന കാര്യം നമ്മൾ ഓടിപ്പോയി നമ്മുടെ കയ്യിലുള്ള കുറച്ച് സ്വർണ്ണം എന്ത് ചെയ്യും, പണയം വെക്കും അല്ലേ. അപ്പോൾ ഈ സ്വർണ്ണം കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ നിന്ന് ബാങ്കിൽ നിന്നോ ഇല്ലെങ്കിൽ ആ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് തിരിച്ചിങ്ങോട്ട് കാശ് കിട്ടുന്നത്. ആ കൊടുക്കുന്ന സാധനത്തിനെയാണ് മക്കളെ ഇവർ വായിക്കൊള്ളാത്ത കൊളാറ്ററൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്. ഞാനും കണ്ടപ്പോൾ ആദ്യം എന്താണോ ഈ സംഭവം എന്ന് വെച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വീടിന്റെ ആധാരം ചിലപ്പോൾ അവിടെ വെക്കാറുണ്ട് അല്ലെ. അത്തരത്തിൽ നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ കാശിന് ആവശ്യം ഇത്രയും കാശ് നമുക്ക് തരൂ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് ബേസിക്കലി എന്താണ്, അസറ്റ് ഓഫ് ദി ബോറോവർ. കടം വാങ്ങുന്ന ആൾ ആരാണോ അയാളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു അസറ്റ് നിങ്ങൾ എനിക്ക് കാശ് തന്നില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പിടിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ സറണ്ടർ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരു ധൈര്യത്തിന് നമ്മൾ കൊടുക്കുന്ന സംഭവമാണ് ഇതെന്ന് പറയുന്നത് കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. 190 ചോദിച്ച് എന്താ പറയുക, തഴമ്പിച്ച എവർഗ്രീൻ ക്ലാസിക് വിന്റേജ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രൈമറി കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് വിനിഗർ? വിനിഗറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ പ്രൈമറി കോൺസ്റ്റിറ്റ്യൂന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ആസിഡ് ആണെന്നൊക്കെ നമുക്കറിയാം. എന്താണ്? അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് ആണ് എന്തെന്ന് പറയുന്നത്, വിനാഗിരിയുടെ പ്രൈമറി കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. 2002 26 ജാനുവരി 1 ലെജിസ്ലേഷൻ പ്രകാരം ഇന്ത്യൻ
ട്രൈ കളർ ഫ്ലാഗ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ വീടുകളിലോ അത്തരം സ്ഥലങ്ങളിലോ നമുക്ക് വളർത്താൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോയിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്ലാഗിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊപ്പം ഞാൻ പറഞ്ഞുതരാൻ അവിടെ വിട്ടുപോയി, ഇപ്പൊ നോട്ട് ചെയ്യുക. ഇത് ഡിസൈൻ ചെയ്യുന്ന ആരാണ്? പിംഗലി വെങ്കയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്കറിയാം അതിനകത്ത് 3 കളറാണുള്ളത്. ഏറ്റവും മേലുള്ളത് ഏതാണ്? സാഫ്രോൺ കളറാണ് അല്ലെ, കുങ്കുമ നിറാണ്. നടുക്കുള്ളത് വൈറ്റ് ആണ്. ആൻഡ് താഴെ ഫൈനലി ഉള്ളത് എന്താണ്? ഗ്രീൻ ആണ് അല്ലെ. ഈ സാഫ്രോൺ എന്തിനാ സൂചിപ്പിക്കുന്നത്? കറേജിനെയും സാക്രിഫൈസിനെയും ധൈര്യത്തെയും ത്യാഗത്തെയും എന്ത് സൂചിപ്പിക്കുന്നു? നമ്മുടെ ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നു. വെള്ള എന്തിനാണ്? സമാധാനത്തെയും സത്യസന്ധതയും, പീസ് ആൻഡ് ട്രൂത്ത് ആണ് എന്ത് ചെയ്യുന്നത്? വെള്ള സൂചിപ്പിക്കുന്നത്. ഈ വെള്ളയുടെ നടുക്ക് കാണുന്നതാണ് ഇതെന്ന് പറയുന്നത് അശോക ചക്രം അല്ലെങ്കിൽ ധർമ്മചക്രം എന്ന് പറയുന്നു. ഇതിന്റെ കളർ എന്താണ്? ഇതിന്റെ കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, അശോക ചക്രത്തിന്റെ നിറം എന്താണ്? നേവി ബ്ലൂ ആണ്. ഇതിൽ എന്തുണ്ട്? ഈ ആരക്കാലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെ. ആരക്കാലുകളെയാണ് നമ്മൾ സ്പോക്സ് എന്ന് പറയുന്നത്. ഇത് എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളാണ് എന്തിൽ കാണപ്പെടുന്നത്? ഈ നേവി ബ്ലൂ നിറത്തിലുള്ള അശോക ചക്രത്തിൽ കാണപ്പെടുന്നത്. ആൻഡ് ഫൈനലി ഗ്രീൻ എന്താണ്? ഫെയ്ത്ത്, വിശ്വാസത്തെയും പ്രോസ്പിരിറ്റി, അഭിവൃദ്ധിയെയുമാണ് എന്ത് ചെയ്യുന്നത്? ഗ്രീൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നാഷണൽ ഫ്ലാഗിനെ പറ്റി പഠിക്കുമ്പോൾ ഇനിയും 1-2 കാര്യങ്ങൾ നോക്കണം. ഇത് ഉണ്ടാക്കാൻ നമുക്ക് അതോറിറ്റിയുള്ള തുണി എന്ന് പറയുന്നത് ശരിക്കും ഖാദി തുണി വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എല്ലാത്തിലും ഇപ്പം ഉണ്ടാക്കാറുണ്ട്. എന്നിരിക്കലും ഒഫീഷ്യൽ സ്ഥലങ്ങളിൽ ഫ്ലൈ ചെയ്യുന്ന, ഹോയിസ്റ്റ് ചെയ്യുന്ന ഫ്ലാഗുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഫോർ എക്സാമ്പിൾ ഒരു റെയിൽവേ സ്റ്റേഷനിലോ ഇല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയാൽ കാണുന്ന ഫ്ലാഗ്സ് ബേസിക്കലി എന്തുകൊണ്ട് ഉണ്ടാക്കിയതാവണം? ഖാദി കൊണ്ട് ഉണ്ടാക്കിയതാവണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ റേഷ്യോ കഴിഞ്ഞ NTPCക്കോ CGL ഒക്കെ ചോദിച്ച ചോദ്യമാണ്. വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഗ് ഇറ്റ്സ് വിഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2:3 ആണ്. വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നമ്മുടെ ദേശീയ പതാകയുടെ വിഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 2:3. ഇപ്പൊ അല്ല, ലെങ്ത് ഈസ് ടു വിഡ്ത്ത് ആണെങ്കിൽ 3:2 ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ ദേശീയ പതാക അഡോപ്റ്റ് ചെയ്യുന്നത് 22 ജൂലൈ 1947 എന്ത് ചെയ്യുക? ഓർത്തുവെക്കുക. അപ്പൊ ദേശീയ പതാകയെ പറ്റി പറഞ്ഞ ഓരോ പോയിന്റും പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഡിസൈൻ ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യ. കുങ്കുമ നിറം ഏറ്റവും മേലെ കറേജിനെയും സാക്രിഫൈസിനെയും സൂചിപ്പിക്കുന്നു. വെള്ള നടുക്ക് സമാധാനത്തെയും സത്യസന്ധതയും സൂചിപ്പിക്കുന്നു. അതിൽ അശോക ചക്രം ഉണ്ട്, അത് ധർമ്മചക്രം എന്നും അറിയപ്പെടുന്നു. അതിന്റെ നിറം നേവി ബ്ലൂ ആണ്. അതിലുള്ള ആരക്കാലുകളുടെ എണ്ണം 24 ആണ്. പച്ച വിശ്വാസത്തെയും അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. അതുപോലെ നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കേണ്ടുന്ന തുണി എന്ന് പറയുന്ന ഒഫീഷ്യലി ഖാദിയാണ്. അതിന്റെ വിഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്ന് പറയുന്നത് 2:3 ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ ദേശീയ പതാക അഡോപ്റ്റ് ചെയ്യുന്നത് 22 ജൂലൈ 1947 ആണ്. പിന്നെ കൊളാറ്ററൽ സെക്യൂരിറ്റി എന്താണ് നമ്മൾ പറഞ്ഞു? ബോറോവറിന്റെ അസറ്റ് ആണ്. വിനാഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ആസിറ്റിക് ആസിഡ് ആണെന്നും ഓർത്തു വെക്കുക. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം 191ാമത്തെ ചോദ്യം. RK നാരായൺ ഇസ് നോട്ട് ദ ഓതർ ഓഫ് ദ ബുക്ക്. RK നാരായൺ താഴെ തന്നിട്ടുള്ളവയിൽ ഏതിന്റെ ഓതർ അല്ല എന്നായിരുന്നു. RK നാരായൺ ഏതിന്റെ ഓതർ അല്ലായിരുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറഞ്ഞുതരാം. ബാക്കി ഓപ്ഷനിൽ ഉണ്ടായിരുന്ന 3 പഠിക്കുക. RK നാരായൺ ഈ RRB SSC പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓതറാണ്. അതിൽ ഒന്ന് ബാച്ചിലർ ഓഫ് ആർട്സ് ആണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. RK നാരായണന്റെ വളരെ പ്രശസ്തമായ പുസ്തകങ്ങളൊന്നാണ് ബാച്ചിലർ ഓഫ് ആർട്സ്, അതുപോലെ ദ ഇംഗ്ലീഷ് ടീച്ചർ, അതുപോലെ വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ. ഇത് 3 ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. RK നാരായണന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ദ ബാച്ചിലർ ഓഫ് ആർട്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ, വെയിറ്റിംഗ് ഫോർ മഹാത്മാ. ഓപ്ഷനിൽ ഉണ്ടായിരുന്ന RK നാരായണന്റെ അല്ലാത്ത ബുക്ക് എന്ന് പറയുന്നത് 2 ലീവ്സ് ആൻഡ് എ ബഡ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഏതാണ്? 2 ലീവ്സ് ആൻഡ് എ ബഡ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതാരെ എഴുതാന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. സാധാരണ എനിക്ക് നിങ്ങൾക്ക് പണി തരാനുള്ളൊരു മൈൻഡ് വന്നു, പിന്നെയും പോട്ടെ, ഞാൻ പറയാം. മുൾക്രാജ് ആനന്ദാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 2 ലീവ്സ് ആൻഡ് എ ബഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പൊ RK നാരായണന്റെ 3 പുസ്തകങ്ങൾ ദ ബാച്ചിലർ ഓഫ് ആർട്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ ആൻഡ് വെയിറ്റിംഗ് ഫോർ മഹാത്മാ. അതേസമയം മുൾക്രാജ് ആനന്ദ് എഴുതിയ പുസ്തകമാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. നമ്മൾ പിക്ക് ചെയ്യേണ്ട ആൻസർ എന്ന് പറയുന്നത് 2 ലീവ്സ് ആൻഡ് എ ബഡ്. 2 ഇലകളും 1 തളിരും. അങ്ങനെ തന്നെയാണ്. എന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ്, ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ. അടുത്ത ചോദ്യം 192ാമത്തെ ചോദ്യം. ഹെൻറി ബെക്കറൽ വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ്. ഇത് പലപ്പോഴും തിരിച്ചു ചോദിക്കാറുണ്ട്. SI യൂണിറ്റ് ഓഫ് ഡാഷ് എന്ന് ചോദിക്കാറുണ്ട്. അത് ചോദിച്ചാൽ നമ്മൾ ആൻസർ എന്താ പറയാറുള്ളത്? നമ്മൾ ബെക്കറൽ എന്നാ പറയാറുള്ളത്. എവിടെ ഞാൻ ഒരിക്കൽ തെറ്റി പഠിപ്പിച്ചാണ്, ഞാൻ പലയിടത്തും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരിക്കലും അത് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയാണ്. SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഈസ് ബെക്കറൽ. അതായത് നമ്മുടെ ആൻസർ എന്താണ്? ഹെൻറി ബെക്കറൽ വാസ് അസോസിയേറ്റഡ് വിത്ത് ഡിസ്കവറി ഓഫ് റേഡിയോ ആക്ടിവിറ്റി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ക്യൂറി ആണ് SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്നാണ്. അല്ല, തെറ്റാണ്. ക്യൂറി ഈസ് ഓൾസോ എ യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. പക്ഷെ ബെക്കറൽ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ടും റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ്. പിന്നെ റാഡും അങ്ങനെ വേറെ കുറെ യൂണിറ്റ്സ് ഉണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതെല്ലാം ഇതെന്ത് തന്നെയാണ്? ബെക്കറൽ ആണ് SI യൂണിറ്റ്. അതാണ് എന്ത് ചെയ്യേണ്ടത്? പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. 193ാമത്തെ ചോദ്യം. സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ് ഗാതേർഡ് ഇൻ 1940s. 1940-കളിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യുകയാണ്? ഒത്തുകൂടുകയാണ്. ടു ഫിഗർ ഔട്ട് ഹൗ ടു റിഫൈൻ യുറാനിയം ആൻഡ് ബിൽഡ് ആൻ അറ്റോമിക് ബോംബ്.
എന്നിട്ട് ഒരു അറ്റോമിക് ബോംബ് ഉണ്ടാക്കണം, യുറാനിയം വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു അറ്റോമിക് ബോംബ് ഉണ്ടാക്കണം. വാട്ട് വാസ് ദെയർ വർക്ക് ആൾഡ്, അവരുടെ വർക്കിനെ എന്ത് പേരിട്ടാണ് വിളിച്ചിരുന്നത്? ഇതുപോലെ തന്നെ ഞാൻ ഇതിന്റെ കഥ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്സ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലേ. 1940 ഒരു കൂട്ടം പ്രശസ്തരായ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ ഒത്തുകൂടി ഒരു ആറ്റം ബോംബ് നിർമ്മിക്കുകയാണ്. അതിനിട്ട പേരെന്തായിരുന്നു എന്നാണ് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ്, മാൻഹട്ടൻ പ്രോജക്ട്. മാൻഹട്ടൻ പ്രോജക്ട് എന്നാണ് എന്ത് ചെയ്തിരുന്നത്, ആ പ്രോജക്റ്റിനെ അമേരിക്ക ആദ്യമായി ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ആ പ്രോജക്റ്റിനെ വിളിച്ചിരുന്നത്. അവർ പ്രധാനമായും ഉപയോഗിച്ചത് യുറാനിയം 235 പ്ലൂട്ടോണിയം 239 ആണ്. പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഏതാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. യുറാനിയം 235 പ്ലൂട്ടോണിയം 239 ആണ്. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്, റോബർട്ട് ഓപ്പൻഹൈമർ ആണ്. പിന്നെ ഇപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം മാൻഹട്ടൻ പ്രോജക്ട് എന്തായിരുന്നു, അമേരിക്കൻ പ്രോജക്ട് ടു ഡെവലപ്പ് ആൻ അറ്റോമിക് ബോംബ്. ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ, ഒരു അണുബോംബ് നിർമ്മിക്കാൻ, ഒരു ആറ്റോമിക് ബോംബ് നിർമ്മിക്കാനായിട്ടുള്ള അമേരിക്കൻ പ്രോജക്റ്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്, നമ്മുടെ മാൻഹട്ടൻ പ്രോജക്ട് എന്ന് പറയുന്നത്. 194 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാഷണൽ അക്വാറ്റിക് ആനിമൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാം എന്താണ്, ഗാംഗറ്റിക് ഡോൾഫിൻ ആണ്. പക്ഷെ ഒപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പണി തരാം. ഞാൻ സ്റ്റാറ്റിക് ജികെയിൽ ഒരു സിറ്റിയെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ ആദ്യമായി ഒരു നഗരം എന്ത് ചെയ്യുകയുണ്ടായി, ഒരു നഗരത്തിന്റെ ഔദ്യോഗിക ജീവിയായിട്ട് ഒരു ജീവിയെ തെരഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ തെരഞ്ഞെടുത്തതും ഈ ഗാംഗറ്റിക് ഡോൾഫിനെ തന്നെയായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ദേശീയ ജലജീവിയും ആ നഗരം തെരഞ്ഞെടുത്ത അവരുടെ ഔദ്യോഗിക ജീവിയും എന്ത് തന്നെയാണ്, സിറ്റി ആനിമൽ എന്ത് തന്നെയാണ്, ഗാംഗറ്റിക് ഡോൾഫിനാണ്. ഏതാണ് ആ നഗരം എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞിരണം. നല്ലൊരു ചോദ്യമാണ്, പലവട്ടം ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, എന്നിരിക്കൽ കൂടി ഇനി പലവട്ടം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് ഞാൻ സ്കെച്ച് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഇന്ത്യ അതെനിക്ക് പറഞ്ഞത് ഏതാണ് ആ സിറ്റി എന്ന് നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞു തരണം. 195 വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിൻഡോസ് കീബോർഡ് ഷോർട്ട് കട്ട് ഫോർ റീഡോ. അൺഡു റീഡോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റീഡോ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് എന്താണ്, കൺട്രോൾ പ്ലസ് വൈ ആണ്. അതേസമയം അണ്ടു ആണെങ്കിൽ എന്താണ്, കൺട്രോൾ പ്ലസ് സെഡ് ആണെന്നും എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പൊ വീണ്ടും 5 ചോദ്യം പഠിച്ചു. ഹെൻറി ബെക്കറൽ റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബെക്കറൽ ഈസ് ദ SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. ക്യൂറി ഈസ് ഓൾസോ SI യൂണിറ്റ് അല്ല, ക്യൂറി ഈസ് ഓൾസോ ആൻ യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആണല്ല എ. അതുപോലെ തന്നെ അറ്റോമിക് ബോംബ് നിർമ്മിക്കാനായിട്ട് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഒത്തുകൂടി ആ ചെയ്ത പ്രോജക്ട് മാൻഹട്ടൻ പ്രോജക്ട്, യുറാനിയം 235 പ്ലൂട്ടോണിയം 239 ആണ് അവർ പ്രധാനമായും യൂസ് ചെയ്തത്. അതിന് ലീഡർഷിപ്പ് കൊടുത്ത് അറ്റോമിക് ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, റോബർട്ട് ഓപ്പൻഹൈമർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗാംഗറ്റിക് ഡോൾഫിൻ ആണ്. അതിനൊരു സിറ്റിയുടെ ഔദ്യോഗിക ജീവിയായിട്ടുണ്ട്. ആ സിറ്റി ഏതാ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരും. റീഡുവിന്റെ കമ്പ്യൂട്ടർ ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് വൈയും അണ്ടുവിന്റെ കമ്പ്യൂട്ടർ ഷോർട്ട് കട്ട് എന്താണ്, കൺട്രോൾ പ്ലസ് സെഡും കൂടിയാണ് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം 196ാമത്തെ ചോദ്യം. മുരുദ് ജഞ്ചീറ ഫോർട്ട് സിറ്റുവേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. അത് തന്നെ ഇനി ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. മുരുദ് ജഞ്ചീറ എന്ന് പറയുന്ന പ്രശസ്തമായ ഫോർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, മഹാരാഷ്ട്രയിലാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. എങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങളെ സ്കെച്ച് ഇട്ടിട്ട് എന്ത് ചെയ്യേണ്ടത്, അടുത്ത ചോദ്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ മുരുദ് ജഞ്ചീറ ഫോർട്ട് മഹാരാഷ്ട്രയിലാണെന്ന് മനസ്സിലായി. ഇവിടുത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഈ സറൗണ്ടഡ് ബൈ എന്ത് വെച്ച് സറൗണ്ടഡ് ആയിരിക്കണം, ഇതൊക്കെ ലോജിക്കൽ റീസണിംഗ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. എന്തായിരിക്കും, വെള്ളമായിരിക്കണം അല്ലെ, അല്ലാതെ ഇപ്പൊ എന്ത് വെച്ച് സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കാനാണ് അല്ലെ. വേറെ ആൻസേഴ്സ് വരാട്ടോ, വരില്ല എന്നല്ല, എന്നിരിക്കലും ഇതാണ് മുരുദ് ജഞ്ചീറ ഫോർട്ടിന്റെ ചിത്രം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നമ്മുടെ സന്തോഷ് ജോർജ് ഉള്ളങ്കര സാറിന്റെ ഒരു എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്താണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കോട്ടയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ മുരുദ് ജഞ്ചീറ ഫോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് വായിക്കുന്നത് എന്ത് ചെയ്യുന്നു, ഞാൻ വിശ്വസിക്കുന്നു. 197ാമത്തെ ചോദ്യം. എ മങ്കി സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഓഫ് ട്രീ സഡൻലി ഫോളിംഗ് ടുവേർഡ്സ് ദ ഗ്രൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ. ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുന്ന ഒരു കുരങ്ങൻ എന്ത് ചെയ്യുകയാണ്, പെട്ടെന്ന് താഴോട്ട് വീഴുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ഓൺലി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ എന്നാണ് നമുക്ക് അറിയുന്നതാണ്. 198 ടെലക്സ് സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് ടെലക്സ്? വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിപ്രിന്റർ എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. ടെലിപ്രിന്റർ എക്സ്ചേഞ്ച് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്, ടെലക്സിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഇത് ഫാക്സിന് മുമ്പ്, നമുക്കറിയാം ഇന്നിപ്പോൾ ഫാക്സ് പോലും ഇല്ല, ഫാക്സിന് മുമ്പ് പ്രിന്ററുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ അയക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ആയിരുന്നു ഇതെന്ന് പറയുന്നത് ടെലക്സ് എന്ന് പറയുന്ന ടെലിപ്രിന്റർ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഫാക്സിന് മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഒബ്വിയസ്ലി ഫാക്സ് വന്നപ്പോൾ ഫാക്സ് അതിനെ റീപ്ലേസ് ചെയ്ത് ഇപ്പൊ നമുക്കറിയാം ഫാക്സ് പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, എവിടെയും നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ടെലക്സ് മീൻസ് ടെലിപ്രിന്റർ എക്സ്ചേഞ്ച്. ഫുൾ ഫോം ഓർത്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് അല്ല. ഔട്ട്ഡേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യും, RRB SSC ഒക്കെ ചോദിക്കും.
199 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ ഇൻ നാഗാലാൻഡ്. നാഗാലാൻഡിൽ ഡിസംബറിലെ ആദ്യ വാരങ്ങളിൽ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രശസ്തമായ ഫെസ്റ്റിവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാഗാലാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അല്ലെ. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്ന, ആഘോഷങ്ങളുടെ ആഘോഷം എന്നറിയപ്പെടുന്ന നാഗാലാൻഡിന്റെ ആഘോഷം അല്ലെങ്കിൽ ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന നാഗാലാൻഡിന്റെ ഉത്സവമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. 200ാമത്തെ ചോദ്യം. അങ്ങനെ നമ്മൾ ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. ബാറ്റൊക്കെ പൊക്കി കാണിക്കുന്ന ടൈമാണ്. എന്തായാലും 200ാമത്തെ ചോദ്യം. ഓൺ വിച്ച് ഡേറ്റ് ഈസ് ദ വേൾഡ് ലയൺ ഡേ ഈ സെലിബ്രേറ്റഡ് എവറി ഇയർ? ലോക സിംഹ ദിവസം എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 10-നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലോക സിംഹ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അടുത്തയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 5 ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. മുരുദ് ജഞ്ചീറ ഫോർട്ട് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്, വെള്ളത്താലാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഒരു കുരങ്ങൻ ഒരു മരത്തിന്റെ ചില്ലയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ പ്രിസർവ് ചെയ്യപ്പെടുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ടെലക്സ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ടെലിപ്രിന്റർ എക്സ്ചേഞ്ച് ആണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? നാഗാലാൻഡിലാണ്. നാഗാലാൻഡിനെ പറ്റി 1-2 കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നാഗാലാൻഡിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊഹിമയാണ്. നാഗാലാൻഡിന്റെ പഴയ പേര് തിമോഗ എന്നറിയപ്പെടുന്നു. തിമോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? തിമോഗ എന്ന് പറയുന്നത് നാഗാലാൻഡിന്റെ പഴയ പേരാണ്. നാഗാലാൻഡ് എവിടെയാണ് കിടക്കുന്നത് അറിയാലോ? നാഗാലാൻഡ് 7 സിസ്റ്റേഴ്സിന്റെ ഭാഗമാണ്. നമ്മുടെ എം ടി മാമൻ കോഡൊക്കെ വെച്ച് നമ്മൾ 7 സിസ്റ്റേഴ്സിനെ പഠിച്ചാണ് അല്ലെ. മേഘാലയ, ത്രിപുര, മിസോറാം, അതുപോലെ തന്നെ A for ആസാം, M for മണിപ്പൂർ ആൻഡ് ദെൻ A for അരുണാചൽ പ്രദേശ്, N for നാഗാലാൻഡ്. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴേ അത് കിട്ടിയില്ല. എന്തായാലും നമ്മുടെ കോഡ് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. എം ടി മാമനാണ് നമ്മുടെ 7 സിസ്റ്റേഴ്സിനെ പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച കോഡാണ് അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് നാഗാലാൻഡ് അറിയപ്പെടുന്നു. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. അതൊരു പെക്യുലാരിറ്റി ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ്? ഇംഗ്ലീഷ് ആണ്. അതുപോലെ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നു. ഡിസംബർ ആദ്യവാരം സെലിബ്രേറ്റ് ചെയ്യുന്നത് നാഗാലാൻഡിലാണ്. 2ാം ലോക മഹായുദ്ധത്തിന്റെ മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? കൊഹിമയിലാണ്. നാഗാലാൻഡിന്റെ തലസ്ഥാനമായിട്ടുള്ള കൊഹിമയിലാണ് 2ാം ലോക മഹായുദ്ധത്തിന്റെ മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമ, അവിടെ 2ാം ലോക മഹായുദ്ധത്തിന്റെ മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നു. പഴയ പേര് തിമോഗ, ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നു. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നു? അവിടെയാണ് നടക്കുന്നത്. അപ്പൊ നാഗാലാൻഡിനെ പറ്റി അതും കിട്ടി. ഇനി ലോക സിംഹ ദിവസമായിട്ട് ആചരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്? ഓഗസ്റ്റ് 10-ാം തീയതിയാണ് ലോക സിംഹ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നതെന്നും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം 201ാമത്തെ ചോദ്യം. ഡാഷ് ഐലൻഡ് ഈസ് ദ ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഫാക്സിൽ പഠിപ്പിച്ച പല ചോദ്യങ്ങളും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ എവിടെയാണുള്ളത് നമുക്കറിയാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ് അല്ലെ. എന്താണ് ആ ഐലൻഡിന്റെ പേര്? ബാരൺ ഐലൻഡ് എന്നാണ് എന്ത് പറയുന്നത് അതിന് വിളിക്കുന്നത്. ബാരൺ, തരിശ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ആക്റ്റീവ് വോൾക്കാനോ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലുള്ള ഒരേ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള അഗ്നിപർവ്വതം. അറിയാലോ വോൾക്കാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിപർവ്വതമാണ് ഏതെന്ന് പറയുന്നത്? വോൾക്കാൻ എന്ന് പറയുന്നത്. അതിന്റെ പേരെന്താണ്? ബാരൺ ഐലൻഡ് ആണ്. 202 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ജനറൽ കനോട്ട് കമ്പ്യൂട്ട്. വളരെ സില്ലി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഓപ്ഷനിൽ ഉള്ളത് പ്രിന്റർ ആണ്. നമുക്കറിയാം പ്രിന്ററിന് പ്രിന്റ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, വേറെ ഒരു പണിയും അറിയില്ല എന്നുള്ളത്. 203 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് ആരവല്ലി മൗണ്ടൈൻ. ആരവല്ലി മൗണ്ടൈനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരവല്ലി മൗണ്ടൈനിലെ മൗണ്ടൈൻ റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ്? ഗുരുശിഖർ ആണ്. ഗുരുശിഖർ ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് ആരവല്ലി മൗണ്ടൈൻ. 204 പ്ലാസ്മ വിച്ച് ഈസ് വൺ ഓഫ് ദ ബ്ലഡ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഈസ് എ. പ്ലാസ്മ എന്ന് പറയുന്നത് നമുക്കറിയാം രക്തത്തിന്റെ ഒരു എന്താണ്? ഒരു പോർഷൻ ആണ് അല്ലെ. അത് എന്തായിട്ടുള്ളതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ലിക്വിഡ് പോർഷൻ ആണ്. അങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ലിക്വിഡ് പോർഷൻ ആണ്. ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്ലാസ്മ 55%, വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും കൂടി 1%, ഏകദേശം 1%, ബാക്കി RBC എങ്ങനെയാണ്? 45%. ഇതാണ് എന്തെന്ന് പറയുന്നത്? ബ്ലഡിന്റെ കോൺസ്റ്റിറ്റ്യൻസിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് അല്ലെ. അതിൽ പ്ലാസ്മ പ്രോട്ടീൻസ് കുറച്ച് ലിവർ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും ആണെന്ന് കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പോൾ ബ്ലഡിലെ ലിക്വിഡ് പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പ്ലാസ്മ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏകദേശം 55% കാണപ്പെടുന്നതും ഏത് തന്നെയാണ്? പ്ലാസ്മയാണ്. 205 വിച്ച് ഓഫ് ദ ഫോളോയിങ് കീ ഈസ് നോട്ട് എ മോഡിഫയർ കീ ഇൻ IBM കമ്പ്യൂട്ടർ. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് മോഡിഫയർ കീ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മോഡിഫയർ കീ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചാൽ പോരെ. മോഡിഫയർ കീ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഷിഫ്റ്റ് കീ ആണ്. ഷിഫ്റ്റ് കീ ഒരു മോഡിഫയർ കീ ആണ്. കൺട്രോൾ കീ ഒരു മോഡിഫയർ കീ ആണ്.
വിൻഡോസ് ആൻഡ് ഓൾട്ട് കീ. ഇത് എത്രയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ഒരു മോഡിഫയർ കീസ് ആയിട്ട് എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. അതിൽ ഏതില്ല? നമ്മുടെ ടാബ് ഇല്ല. ടാബാണ് അവിടെ ഉണ്ടായിരുന്നത്, ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ടാബ് നമുക്കറിയാം ഈ സ്പേസിന് പകരമൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ജമ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ മോഡിഫയർ കീ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാന്ന് വെച്ചാൽ ഷിഫ്റ്റ് കൺട്രോൾ വിൻഡോസ് ഓൾട്ട് ആണ്. മോഡിഫയർ കീ ആയിട്ട് ഏതില്ല? ടാബ് ഇല്ല എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള അഗ്നിപർവ്വതം ബാരൺ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്നു. കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് പ്രിന്റർ. ആരവല്ലി മൗണ്ടനിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ഗുരുശിഖർ. പ്ലാസ്മ എന്ന് പറയുന്ന ലിക്വിഡ് കോൺസ്റ്റന്റ് ആണ്. മോഡിഫയർ കീ അല്ലാത്തത് ടാബാണ്. മോഡിഫയർ കീ ആയിട്ടുള്ളത് ഷിഫ്റ്റ് കൺട്രോൾ വിൻഡോസ് ഓൾട്ട് ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം 206ാമത്തെ ചോദ്യം. വിച്ച് വൺ ഡസ് നോട്ട് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് മെറ്റാലിക് മിനറൽസ്? മെറ്റാലിക് മിനറൽസിൽ പെടാത്ത ഏതാന്നുള്ളത് അയൺ, സിൽവർ ഒക്കെ കോപ്പർ ഒക്കെ നമുക്കറിയാം മെറ്റാലിക് മിനറൽസ് ആണ്. പക്ഷെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന നമുക്ക് വേണ്ടുന്ന ആൻസർ കോളാണ്. കോൾ ഒരു മെറ്റാലിക് മിനറൽ അല്ല, കൽക്കരിയാണ്, കാർബണിന്റെ ഫോം ആണെന്നുള്ളത് നിങ്ങൾക്കും എനിക്കും നന്നായിട്ട് അറിയുന്നതാണ്. 207ാമത്തെ ചോദ്യം. ദ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആൻഡ് ദ ഹിസ്റ്റോറിക് സാങ്ച്വറി ഓഫ് മാച്ചു പിച്ചു ഈസ് ഇൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാച്ചു പിച്ചു. എന്താ പറയുക, ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. അത് ഏത് സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് മാച്ചു പിച്ചു എന്ന് പറയുന്നത്. ഈ സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? പെറുവിലാണ്. പെറു എന്ന് പറയുന്ന രാജ്യത്താണ് എന്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മാച്ചു പിച്ചു സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ അടുത്ത് ഏതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടതാണ് പെറുവിന്റെ ക്യാപിറ്റൽ ഏതാന്നുള്ളത്. പലർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. ക്യാപിറ്റൽ സിറ്റി ഓഫ് പെറു ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ലിമ എന്ന് പറയുന്ന നഗരം. ലിമ, LIMA, ലിമയാണ് എന്തെന്ന് പറയുന്നത്. പെറുവിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പെറുവിലാണ് എന്തുള്ളത്? നമ്മുടെ മാച്ചു പിച്ചു ഉള്ളത്. 208. ദ എഞ്ചിൻ ഓഫ് ദ ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് വർക്കിംഗ് സ്റ്റീം ലോക്കോമോട്ടീവ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന എന്നാൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആവി എഞ്ചിൻ അല്ലെ, ആവി എഞ്ചിൻ ആയിട്ടുള്ള ട്രെയിൻ, ആവി സ്റ്റീമിന്റെ ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ആൻസർ ഈസ് ഫെയറി ക്വീൻ ആണ്. അതായത് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം കൂടിയ ആവി കൊണ്ടുള്ള ലോക്കോമോട്ടീവ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫെയറി ക്വീൻ എന്ന് പറയുന്നത്. 209. ഹു ഈസ് ദ ഓതറൈസ്ഡ് പബ്ലിഷർ ആൻഡ് കസ്റ്റോഡിയൻ ഓഫ് ദ ഗസറ്റ് ഓഫ് ഇന്ത്യ? ഗസറ്റ് ഓഫ് ഇന്ത്യയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പബ്ലിഷറും അതിന്റെ കസ്റ്റഡിയും ആരുടെ കയ്യിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ കൺട്രോൾ എല്ലാം വരുന്നത് കൺട്രോളർ ഓഫ് പബ്ലിക്കേഷന്റെ കയ്യിലാണ്. ആരാണ് ഇതിന്റെ പബ്ലിഷർ ആൻഡ് കസ്റ്റോഡിയൻ ഓഫ് ഗസറ്റ് ഓഫ് ഇന്ത്യ? കൺട്രോളർ ഓഫ് പബ്ലിക്കേഷൻ ആണ് അതെന്ന് പറയുന്നത്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി ഇറക്കുന്ന പബ്ലിക്കേഷൻസിന്റെ എല്ലാം ഓതറൈസ്ഡ് സെല്ലർ എന്ന് പറയുന്നത് ആരാണ്? ഈ കൺട്രോളർ ഓഫ് പബ്ലിക്കേഷൻ ആണ്. അങ്ങനെ അധികം കണ്ടിട്ടുള്ള ചോദ്യമല്ല, അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഗസറ്റ് ഓഫ് ഇന്ത്യ എന്ന് മാത്രമല്ല, ഇന്ത്യ ഒഫീഷ്യലി ഇറക്കുന്ന പബ്ലിക്കേഷൻസിന്റെ ഓതറൈസ്ഡ് സെല്ലറും പബ്ലിഷറും ആരാണ്? അത് കൺട്രോളർ ഓഫ് പബ്ലിക്കേഷൻ തന്നെയാണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. 210ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ഡിഡ് നോട്ട് ബിലോങ് ടു സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിൽ ഇല്ലാതിരുന്ന ഡൈനാസ്റ്റി ഏതാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷനിൽ ഉണ്ടായിരുന്ന പാലാസ് ആണ്. പാലാസും പ്രതിഹാരാസും രാഷ്ട്രകൂടാസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഉണ്ടായിരുന്ന ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരും ഒക്കെയാണ് ബാക്കി 3 ഓപ്ഷനായിട്ട് ഉണ്ടായിരുന്നത്. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് സൗത്ത് ഇന്ത്യ എന്നുള്ളത്. ഈ പാലാസ് ഏത് ഭാഗത്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരണം. അപ്പോൾ വീണ്ടും 5 ചോദ്യങ്ങൾ പഠിച്ചു. മെറ്റാലിക് മിനറൽ അല്ലാത്തത് കോള്. മാച്ചു പിച്ചു ഉള്ളത് പെറുവിലാണ്. പെറുവിന്റെ തലസ്ഥാന നഗരം ലിമയാണ്. ലോകത്തിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഏറ്റവും പഴക്കം കൂടിയ സ്റ്റീം ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത് ഫെയറി ക്വീൻ ആണ്. ഗസറ്റ് ഓഫ് ഇന്ത്യയുടെ ഓതറൈസ്ഡ് പബ്ലിഷർ കൺട്രോളർ ഓഫ് പബ്ലിക്കേഷൻ ആണ്. ഹി ഈസ് ദ ഓതറൈസ്ഡ് സെല്ലർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പബ്ലിക്കേഷൻ. സൗത്ത് ഇന്ത്യയിലുള്ളത് ചോളനും ചേരനും പാണ്ഡ്യനും ഒക്കെയാണ്. പാലാസ് എവിടെ ഇല്ല? സൗത്ത് ഇന്ത്യയിൽ ഇല്ല. അടുത്ത ചോദ്യം 211ാമത്തെ ചോദ്യം. റൈനോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ എക്സാമിനിങ് ദ. ഇങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെപ്പറ്റി ഒരു പഠനം എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റഡി ഓഫ് ഡാഷ് ഈസ് നോൺ ആസ് റൈനോളജി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? റൈനോളജി, റൈനോസ്കോപ്പ് എന്നൊക്കെ കേട്ടാൽ സിമ്പിൾ ആയിട്ട് ഇനി ഓർമ്മ വരണം. എന്തുമായി ബന്ധപ്പെട്ട വാക്കാണ്? മൂക്കുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇതെന്ന് പറയുന്നത്. റൈനോ എന്ന് പറയുന്നത്. റൈനോളജി ഈസ് ദ സ്റ്റഡി ഓഫ് നോസ്. റൈനോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ എക്സാമിനിങ് ദ നോസ്. ഇനി ഒരു കാര്യം കൂടി മൂക്കിനെ പറ്റി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സ്മെൽ ബ്ലൈൻഡ്നെസ്, മണക്കാനുള്ള കഴിവ് ഇല്ലാതാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനോസ്മിയ എന്ന് പറയുന്നത്. അപ്പോൾ മൂക്കിനെ പറ്റിയുള്ള പഠനം റൈനോളജി. റൈനോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് എക്സാമിൻ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്. സ്മെൽ ബ്ലൈൻഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് അനോസ്മിയ ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം 212ാമത്തെ ചോദ്യം. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഡെറാഡൂണിലാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? സിറ്റുവേറ്റ് ചെയ്യുന്നത്. 213. വാട്ട് ഈസ് നോട്ട്
ട്രൂ റിഗാർഡിംഗ് ദ വോട്ടിംഗ് റൈറ്റ്സ് അണ്ടർ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ജനാധിപത്യ സിസ്റ്റം വെച്ച് വോട്ടിംഗ് റൈറ്റ്സിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ആൻസർ ആയിട്ട് ഉണ്ടായിരുന്നത് മാത്രമേ ഞാൻ പറയാം, അതേ ആവശ്യമുള്ളൂ. അതായത് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ, അതായത് എന്താ പറയുക, ഭ്രാന്ത് ഇല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർക്ക് എന്തില്ല, വോട്ട് ചെയ്യാനുള്ള അധികാരം എന്തില്ല, അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അതോറിറ്റി എന്തില്ല, അവർക്കില്ല. അതാണ് ഓപ്ഷൻ എന്ന് നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. അവർ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ തന്നിരുന്നത്. പക്ഷെ എന്തല്ല, അത് പോസിബിൾ അല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. 214 ഇൻ ഇന്ത്യ കോട്ടൺ ക്രോപ്പ് ഈസ് മെയിൻലി ഗ്രോൺ ഇൻ? ചോദിച്ച് എന്താ പറയുക, തഴമ്പിച്ചൊരു ചോദ്യമാണ്. കോട്ടൺ നമുക്ക് അറിയാം ഏറ്റവും നന്നായിട്ട് വളരുന്നത് എവിടെയാണ്? ബ്ലാക്ക് സോയിലാണ്, അല്ലെ കരിമണ്ണിലാണ്. കരിമണലല്ല, കറുത്ത മണ്ണ്. കരിമണൽ എന്ന് പറയാൻ പറ്റില്ല, സോറി, അത് വേറൊരു സാധനമാണ്. അത് നമ്മുടെ മറ്റേ തോറിയൻ ഡിപ്പോസിറ്റ് ഒക്കെ വരുന്നതാണ്. ബ്ലാക്ക് സോയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോട്ടൺ ക്രോപ്പ് നന്നായിട്ട് വളരുന്നത്. 215 ആൻ ഓർഡിനറി മാഗ്നറ്റ് ഡസ് നോട്ട് അട്രാക്ട്? ഒരു സാധാരണ കാന്തം എന്ത് അട്രാക്ട് ചെയ്യില്ല എന്നതാണ്. ഇതെല്ലാം ഓപ്ഷനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. ബ്രോൺസിനെ അട്രാക്ട് ചെയ്യില്ല. ബ്രോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോപ്പറിന്റെയും ടിന്നിന്റെയും അലോയ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ബ്രോൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ വീണ്ടും 5 പഠിച്ചു. റൈനോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് എക്സാമിൻ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. റൈനോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിനെ പറ്റിയുള്ള പഠനമാണ്. അനോസ്മിയ സ്മെൽ ബ്ലൈൻഡ്നെസ് ആണ്. ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. കോട്ടൺ ക്രോപ്പ് നന്നായിട്ട് വളരുന്നത് ബ്ലാക്ക് സോയിലാണ്. ഒരു ഓർഡിനറി മാഗ്നറ്റ് എന്തിനെ അട്രാക്ട് ചെയ്യില്ല? ബ്രോൺസിനെ അട്രാക്ട് ചെയ്യില്ല എന്നും എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം 216 ചോദ്യം. ജോർജ് ലെമേത്രെ ഈസ് റിലേറ്റഡ് വിത്ത് ദ? അങ്ങനെ ആയിരിക്കില്ല അത് വായിക്കുന്നുണ്ടാവുക, എന്നാലും ഞാനിപ്പോൾ അങ്ങനെ വായിക്കുന്നുണ്ട്. ഇദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ബെൽജിയത്തിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. രാജ്യെ കൂർക്ക CGL ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് രാജ്യം ചോദിക്കലൊക്കെ കൂടിയിട്ടുണ്ട്. നമുക്കറിയാം RRBക്കാണ് പഠിക്കുന്നത്, പക്ഷേ ചോദ്യങ്ങളെല്ലാം എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. ജോർജ് ലെമേത്രെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ബെൽജിയത്തിൽ നിന്നുള്ള ആളാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ബിഗ് ബാങ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത ശാസ്ത്രജ്ഞന്മാരിൽ പ്രശസ്തരായിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്, ജോർജ് ലെമേത്രെ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ബിഗ് ബാങ് തിയറി എന്ന് അറിയപ്പെടുന്ന ആര് തന്നെയാണ്? ഈ ജോർജ് ലെമേത്രെ ആണ്. 217 ലിനക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്? എല്ലാവർക്കും അറിയാം എന്താണ് ലിനക്സ്. ഒരു വളരെ പ്രശസ്തമായ വിൻഡോസ് പോലത്തെ, ഉബുണ്ടു പോലത്തെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ലിനക്സ് എന്ന് പറയുന്നത്. അവസാനത്തെ ചോദ്യം, വെർ ഈസ് എ നാഷണൽ റെയിൽ മ്യൂസിയം ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനിയും ചോദിച്ചേക്കാം. നമ്മുടെ നാഷണൽ റെയിൽ മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ ന്യൂഡൽഹിയിലാണ് നമ്മുടെ നാഷണൽ റെയിൽ മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നത്. വീണ്ടും 3 ചോദ്യങ്ങൾ പഠിച്ചു. ജോർജ് ലെമേത്രെ ഈസ് ഫ്രം ബെൽജിയം. ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് ബിഗ് ബാങ് തിയറി. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നാഷണൽ റെയിൽ മ്യൂസിയം ഉള്ളത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണെന്നും ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ PDF കാര്യം മറക്കാതിരിക്കുക. താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ NTPC ഡയറക്ടറിന്റെ എല്ലാ ക്ലാസ്സുകളും ചേർത്തിട്ടുള്ള PDF അവൈലബിൾ ആണ്. ഏകദേശം 300ഓളം ചോദ്യങ്ങൾ വരുന്ന ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഉള്ള PDF അവൈലബിൾ ആണ്. അതെല്ലാം കൂടി കിട്ടുന്ന ഒരു നമ്മുടെ അക്കാഡമിക്സിന്റെ ഒരു സ്റ്റോറിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. കോഴ്സുകൾ താല്പര്യമുള്ളവർക്ക് കോഴ്സ് എടുക്കാം. പിന്നെ നമ്മുടെ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ചാനലിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മളെല്ലാം എവിടെ ഇടാറുണ്ട്? നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇടാറുണ്ട്. നമ്മുടെ യൂട്യൂബിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഒന്ന് ടെലിഗ്രാം ചാനൽ കൂടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.